നമസ്കാരം സുഹൃത്തുക്കളെ. ജീവ മെയിൻ ക്യാരക്ടറായി അഭിനയിച്ച വളരെ രസകരമായ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് തലൈവർ തമ്പി തലൈമയിൽ. ഈ സിനിമയുടെ മൂവി എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ ഒരു റൂമിൽ തീയിട്ടിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുന്ന തലയ്ക്ക് സുഖമില്ലാത്ത ബെന്നിയെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ നിലയിൽ റൂമിന് തീയിട്ടിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുന്ന ബെന്നിയെ അനുനയിപ്പിക്കാൻ അമ്മയും നാട്ടുകാരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബെന്നിയിട്ട് അനുസരിക്കുന്നില്ല. ഈ സമയത്ത് ഏണിയുമായി അവിടെ ഒരാൾ എത്തുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റും MBKയുടെ നേതാവുമായ ജീവരത്നം. ഇയാളെ നാട്ടുകാർ ജീവ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സിനിമയുടെ നായകൻ തന്നെ. താൻ കൊണ്ടുവന്ന ഏണി ആ വീടിന്റെ ഷേഡിൽ ചാരി ജീവ ആ ചെറിയ ഷേഡിൽ ചവിട്ടി ജനലിന്റെ പുറത്ത് പിടിച്ചുകൊണ്ട് ബെന്നിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. ബെന്നി, നീ ആ തീ ഒന്ന് അണയ്ക്ക്, നിന്റെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇത് കേട്ട ബെന്നി പറയുന്നു, ഒറ്റയ്ക്കാ? ഒരു പൂരത്തിനുള്ള ആളിതാ താഴെയുണ്ട്. വീട് മൊത്തം കത്തിച്ച ഇനി ഈ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ വരും. ജീവ പറയുന്നു, അങ്ങനെ ചെയ്യല്ലേ, നീ തീ അണച്ചിട്ട് താഴോട്ട് വന്നാൽ നിന്നെ എല്ലാവരും നല്ലവനെന്ന് പറയും, ഇല്ലെങ്കിൽ ഭ്രാന്തനെന്ന് വിളിക്കും. ഉടനെ തന്നെ ബെന്നി ജനലിൽ പിടിച്ചു നിൽക്കുന്ന ജീവയുടെ രണ്ട് കൈകളിലും അകത്തുനിന്ന് പിടിച്ചിട്ട്, എന്നെ ഭ്രാന്തനെന്ന് പറയുമോ? ഞാൻ ഭ്രാന്തനാണോ ജീവ? നീ പറയൂ. ഇതേ സമയം ബെന്നി ജീവയുടെ ജനലിൽ പിടിച്ചു വച്ചിരിക്കുന്ന ആ കൈയിനെ എടുത്തു വിടാനും ശ്രമിക്കുന്നുണ്ട്. പേടിച്ച് ജീവ പറയുന്നുണ്ട്, നിനക്കല്ല ഭ്രാന്ത്, എനിക്കാണ് ഭ്രാന്ത്. പക്ഷേ ജീവയുടെ കൈയെ ബെന്നി എടുത്തു വിടുന്നു. ജീവ തറയിലേക്ക് വീഴുന്നു. തറയിൽ കൂടി നിന്ന നാട്ടുകാർ ജീവയെ സുരക്ഷിതമായി പിടിക്കുന്നു. ഇതിനുശേഷം ബെന്നിയെ നാട്ടുകാർ വാതിൽ തുറന്ന് പിടികൂടുന്നുണ്ടെങ്കിലും അവിടെ നിന്നും കുതറി ഓടിയ ബെന്നിയെ പിന്നീട് വാഴത്തോട്ടത്തിലിട്ട് ജീവയുടെ സഹായത്തോടു കൂടി വീണ്ടും പിടിക്കുന്നു. ബെന്നിയെ പ്രാന്താശുപത്രിയിലോട്ട് നാട്ടുകാർ കൊണ്ടുപോകുന്നതിന് മുമ്പ് ബെന്നി പറയുന്നുണ്ട്, ഞാൻ വീണ്ടും തിരിച്ചു വരുമെന്ന്. ഇങ്ങനെയാണ് ജീവരത്നം എന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ്. നാട്ടിൽ നാട്ടുകാർക്ക് ഒരു ആവശ്യമുണ്ടായാൽ അവിടെ അപ്പോൾ ഓടിയെത്തിയിരിക്കും ജീവരത്നം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജീവരത്നമാണ് അവിടുത്തെ വാർഡിൽ നിരന്തരം വിജയിക്കുന്നതും. ജീവരത്നത്തിന്റെ ഈ ജനസമിതി കുറയ്ക്കാൻ എതിർ പാർട്ടിയായ TSKയും നിരന്തരം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ബെന്നിയെ ജീവ പിടിച്ചു കൊടുത്തതിന് ശേഷം ജീപ്പിൽ യാത്ര ചെയ്യവേ MBKയുടെ ഒരു മുതിർന്ന നേതാവ് ജീവയെ ഫോണിലൂടെ പറയുന്നുണ്ട്, ഇലക്ഷനാണ് വരാൻ പോകുന്നത്, നാളെ നടക്കാൻ പോകുന്ന കല്യാണത്തിന് നീ പോയി പങ്കെടുക്കണം, നിന്റെ സാന്നിധ്യം മൊത്തം അവിടെ ഉണ്ടായിരിക്കണം. ഇതിന് ജീവ പറയുന്ന മറുപടി ഇതാണ്, സൗമ്യയുടെ കല്യാണമില്ലേ, സൗമ്യ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്, അവിടെ ഞാൻ ഉണ്ടായിരിക്കും, അവിടത്തുള്ള 4 വോട്ടും നമ്മൾക്കുള്ളതാണ്, അവൾ കല്യാണം കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയിരുന്നാലും നമുക്ക് വോട്ടിടാൻ അവൾ ഇവിടെ തിരിച്ചു വന്നിരിക്കും. അങ്ങനെ നാളെ നടക്കാൻ പോകുന്ന സൗമ്യയുടെ കല്യാണ വീട്ടിലേക്ക് ജീപ്പിൽ ജീവ യാത്ര തുടരവേ കബഡി കളിച്ചിട്ട് റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു കൂട്ടം പയ്യന്മാരെ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ നാളെ കല്യാണം നടക്കാൻ പോകുന്ന സൗമ്യയുടെ സഹോദരനുമുണ്ട്, അവന്റെ കൂട്ടുകാരനായ അഖിലുമുണ്ട്. റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കരുതെന്ന് അവരെടുത്ത് പറഞ്ഞതിന് ശേഷം സൗമ്യയുടെ സഹോദരനെയും അവന്റെ അയൽവക്കത്ത് താമസിക്കുന്ന കൂട്ടുകാരനായ അഖിലിനെയും ജീപ്പിൽ കയറ്റി യാത്ര തുടരുന്നു. ഇതിനിടയിൽ ജീവ സൗമ്യയുടെ സഹോദരന്റെ അടുത്ത് ചോദിക്കുന്നു, നാളെ വീട്ടിൽ കല്യാണമായിട്ട് നീ ഇങ്ങനെ കബഡിയും കളിച്ച് നടക്കുകയാണോ? അതിരിക്കട്ടെ, വൈകുന്നേരത്തെ പാർട്ടിക്കുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ തന്നെയല്ലേ? ഇത് കേൾക്കുന്ന സൗമ്യയുടെ സഹോദരൻ പറയുന്നു, അതൊക്കെ ഓക്കെ തന്നെ, പക്ഷേ അന്ന് ആ വാഴത്തോട്ടത്തിൽ ത്യാഗൂല്ലേ, അവൻ രാവിലെ മുതലേ വന്ന് കെട്ടിക്കിടക്കുക. ഇത് കേൾക്കുന്ന ജീവ പറയുന്നു, നിന്റെ അച്ഛൻ എന്താടാ ഇത്രയ്ക്ക് വിവരമില്ലേ? കണ്ണി കണ്ടവനെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നു. അവനാണെങ്കിൽ എവിടെയെങ്കിലും സീരിയൽ ലൈറ്റ് കണ്ടാൽ അവിടെ വന്ന് കയറും, വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം. ഇതിനുശേഷം അഖിലിന്റെ അടുത്ത് ജീവ ചോദിക്കുന്നു, നീ കല്യാണത്തിന് വരില്ലേ? ഇതെന്താ ചേട്ടാ ഒന്നും അറിയാത്തതുപോലെ, ഞാൻ ആ ബോർഡർ കടന്നാൽ അയാൾ എൻ്റെ വായിക്കകത്ത് കയറിയിരുന്ന് വെടിവെക്കും. ഇത് കേൾക്കുന്ന സൗമ്യയുടെ സഹോദരൻ പറയുകയാണ്, മറ്റേയാളും ആളത്ര ശരിയല്ല, ഇയാൾ വാക്കകത്ത് കയറിയിരുന്ന് വെടിവെച്ചാൽ മറ്റവൻ അരിവാളെടുത്ത് വെട്ടും. ഇവന്മാർ രണ്ടുപേരും പറയുന്നത് സ്വന്തം അച്ഛന്മാരെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഇവന്മാരുടെ അച്ഛന്മാർ അത്രയ്ക്ക് വലിയ ശത്രുക്കളാണ്, അയൽവാസികളായിരുന്നിട്ടും. അതിനുള്ള കാരണം വഴിയെ പറഞ്ഞു തരാം. വീട് എത്തുന്നതിന് മുമ്പ് തന്നെ അഖിൽ പാതി വഴിയിൽ ഇറങ്ങുകയാണ്. കാരണം ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് വരുന്നത് കണ്ടാൽ ഇവന്മാരുടെ അച്ഛന്മാർ വലിയ കലിപ്പുണ്ടാക്കാൻ തുടങ്ങും. അതുകൊണ്ട് അഖിൽ പാതി വഴിയിൽ ഇറങ്ങുന്നു. ഇതിനുശേഷം സൗമ്യയുടെ സഹോദരനും ജീവയും കല്യാണ വീട്ടിലേക്ക് എത്തുകയാണ്. കല്യാണ വീടാണെങ്കിൽ വലിയ ആഘോഷപൂർവ്വമാണ് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. സീരിയസ് സെറ്റ്, ബൾബും പാട്ടും എല്ലാം ഉണ്ട്. കാരണം കല്യാണം നടക്കുന്നത് ഇതേ വീടിന്റെ മുൻവശത്ത് വച്ച് തന്നെയാണ്. അവിടേക്കെത്തിയ ജീവ കല്യാണ വീട്ടിലെത്തിയ എല്ലാ പേരുമായി
പരിചയം പുതുക്കുകയാണ്. കൂടെ കല്യാണ പെണ്ണിന്റെ അച്ഛനായ ഇളവരിസിനെയും കാണുന്നു. ഇളവരിസ് ജീവയുടെ ഒരു ആവശ്യം പറയുകയാണ്. ഇവരുടെ വീടിന് പുറകിലാണ് പഞ്ചായത്തിന്റെ വലിയ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. പമ്പ് ഓപ്പറേറ്ററിന്റെ അടുത്ത് പറഞ്ഞ് വാട്ടർ ടാങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിടാൻ പറയുന്നു. കാരണം നാളെ കല്യാണത്തിന് ഒരുപാട് ആൾക്കാർ വരും, വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, അതിനുവേണ്ടി അതൊക്കെ ചെയ്യാമെന്ന് ജീവ ഉറപ്പും കൊടുക്കുന്നു. ഇതിനായി ജീവ വീടിന്റെ പുറകു വശത്തുള്ള വാട്ടർ ടാങ്കിന്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. പുറകു വശത്ത് തന്നെയാണ് പാചകം നടക്കുന്നതും. ഇതേ പാചകം നടക്കുന്നതിന്റെ തൊട്ടപ്പുറത്തിരുന്ന് വാഴത്തോട്ടത്തിൽ ത്യാഗവും ടീമും ഇരുന്ന് വെള്ളമടിയും നടത്തുന്നുണ്ട്. ത്യാഗു വിളിക്കുന്നുണ്ട് വെള്ളമടിക്കാൻ, പക്ഷേ ജീവ അത് നിരസിക്കുന്നു. ഇതിനുശേഷം പമ്പ് ഓപ്പറേറ്റർ മുരളി അണ്ണനെ കണ്ടിട്ട് പറയുന്നു, വാട്ടർ ടാങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം അടിച്ചിടണം, നമ്മുടെ ഇളവരസണ്ണന്റെ മകളുടെ കല്യാണമല്ലേ നാളെ, അതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ ആ പമ്പ് ഓപ്പറേറ്റർ പറയുന്നത് ഇങ്ങനെയാണ്, ഇളവരസണ്ണന്റെ ശത്രുവായ മണിയണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ വല്ല പരാതിയും കൊടുത്ത് എന്റെ ജോലി തെറിപ്പിക്കും, അതൊന്നും പേടിക്കാനില്ല, മണിയണ്ണന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ജീവ പറയുന്നു. എന്നിട്ട് തൊട്ടടുത്തിരുന്ന് വെള്ളമടിക്കുന്ന ത്യാഗുവിന്റെ അടുത്ത് പറയുന്നു, നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ അണ്ണനും 2 കുപ്പി കൊടുത്തിക്കാൻ, കുപ്പി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്കും വലിയ സന്തോഷമാകുന്നു. ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് കല്യാണം നടക്കുന്ന വീട്ടിന്റെ അയൽവക്കത്തുള്ള മണിയണ്ണൻ ജനലിൽ കൂടി കല്യാണ പരിപാടികൾ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം കല്യാണ വീട്ടിൽ ജോലിക്ക് വന്ന ആരോ ഒരാൾ കല്യാണ വീട്ടിലെ പാത്രങ്ങൾ കഴുകിയ വെള്ളവും പതയും എല്ലാം കൂടി ഒലിച്ച് ഈ മണിയണ്ണന്റെ വീട്ടിന്റെ ഒരു ചെമ്പരത്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഈ പതയും വെള്ളവും വരുന്നത് ഉടനെ തന്നെ ഒരു ചാക്കിട്ട് ഇളവരിസണ്ണൻ ബ്ലോക്കും ചെയ്തിട്ട് പറയുന്നു, ഈ ചെമ്പരത്തിക്കിപ്പുറം നിന്റെ വെള്ളം വരാൻ പാടില്ല, വന്നാൽ നമുക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് ശത്രുക്കളാണ് അയൽവാസികൾ തമ്മിൽ. ഈ സമയം തന്നെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്ന മണിയണ്ണൻ ആ ജനൽ വാതിൽ ആഞ്ഞടയ്ക്കുകയാണ്. ഇതിനുശേഷം ആ റൂമിൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു മണിയണ്ണന്റെ അച്ഛൻ. അച്ഛൻ്റെ അടുത്ത് മണിയണ്ണൻ പറയുന്നു, കണ്ടില്ലേ, നാളെ അവൻ്റെ മകളുടെ കല്യാണമാണ്, എൻ്റെ മകളും ജീവിച്ചിരുന്നെങ്കിൽ അവളെയും കല്യാണം കഴിപ്പിച്ചു വിട്ട് ഞാനും സന്തോഷമായിട്ടിരുന്നേനെ, നമുക്ക് ഇത്രയൊക്കെ വിധിച്ചിട്ടുള്ളൂ. ഇതിനുശേഷം കല്യാണ വീട്ടിലെ കല്യാണ പെണ്ണായ സൗമ്യയെ കാണിക്കുന്നുണ്ട്. സൗമ്യയുടെ ഫോണിലേക്ക് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനായ കന്നിയപ്പൻ ഫോൺ ചെയ്യുകയാണ്. കന്നിയപ്പൻ സൗമ്യയെ കല്യാണം കഴിക്കാൻ വരുന്നത് വളരെ ദൂരെ നിന്നാണ്. വരുന്ന വഴിയിൽ റോഡിലിറങ്ങി റോഡിൽ നിന്നുകൊണ്ടാണ് കന്നിയപ്പൻ്റെ പഞ്ചാരയടി. കന്നിയപ്പൻ സൗമ്യയെ വിളിച്ചിട്ട് പറയുന്നു, ഇനി ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് എത്താൻ 200 കിലോമീറ്ററുകൾ മാത്രം. ഈ സമയം സൗമ്യ ഫോൺ വിളിക്കുന്നത് കണ്ടുകൊണ്ട് സൗമ്യയുടെ അമ്മ കയറി വരുന്നു. എന്നിട്ട് പറയുന്നു, എന്താടി 24 മണിക്കൂറും ഫോൺ വിളി തന്നെ, നീ ആരെയാടി വിളിക്കുന്നത്? അവൾ ദേഷ്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ കാമുകനെയാണ് വിളിക്കുന്നത്, എപ്പോൾ ഒളിച്ചോടാമെന്ന് പ്ലാൻ ചെയ്യുകയാണ് എന്ന്. ഇത് കേൾക്കുന്ന കന്യാപ്പൻ പറയുന്നു, നീ എന്നെയല്ലേ കാമുകൻ എന്ന് പറഞ്ഞത്? അവൾ അതെ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കന്യാപ്പനും വളരെ സന്തോഷമാകുന്നു. എന്നാൽ സിനിമയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. സൗമ്യയ്ക്ക് കാമുകനില്ല, പക്ഷേ സൗമ്യയെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരുത്തനുണ്ട്. ഈ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവൻ ഒരു ദിവസം സൗമ്യ പുറത്തു പോയിട്ട് വരുന്ന വഴിക്ക് സൗമ്യയുടെ പുറകെ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, സൗമ്യയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലേ, വരൻ വളരെ ദൂരെയുള്ള ഒരുത്തനാണല്ലേ, അവിടെ നിന്നൊക്കെ വണ്ടി ഓട്ടിച്ച് ഇനി വരുന്ന വഴിക്ക് ആക്സിഡന്റ് ഒന്നും നടക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇത് കേൾക്കുന്ന സൗമ്യ ദേഷ്യത്തിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി എൻ്റെ പുറകെ നടന്ന് നീ ശല്യം ചെയ്താൽ വാളെടുത്ത് ഞാൻ വെട്ടിവിടും. അങ്ങനെ കല്യാണ തലേന്നുള്ള പാർട്ടി ആരംഭിക്കുകയാണ്. ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള കുടി നടക്കുന്നു, ഒരു സ്ഥലത്ത് പാട്ട്, ആഘോഷം, ഡാൻസ് എല്ലാം കൊണ്ടും പൊടിപൂരമായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു പറയുന്നു, അയൽവക്കത്തുള്ള ശത്രുവായ മണിയണ്ണന്റെ മകൻ അഖിൽ വരെ ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്, മണിയണ്ണൻ അറിയാതെ. ഈ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ ജീവ ഒരെണ്ണം അടിക്കാമെന്ന് വിചാരിച്ച് പുറകുവശത്തുള്ള പാചകക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോഴോ അവിടെ നിന്നും ജീവയെ മണിയണ്ണന്റെ വീട്ടിലേക്ക് ഒരാൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ എത്തിയ ജീവ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയണ്ണന്റെ കിടപ്പിലായിരുന്ന അച്ഛൻ മരിച്ചിരിക്കുന്നു. ഉടനെ തന്നെ ജീവ തൊട്ടടുത്തുള്ള കല്യാണ വീട്ടിൽ വന്ന് അവിടെ വെച്ചിരുന്ന പാട്ടും കൂത്തുമെല്ലാം നിർത്തിയതിനു ശേഷം ഇളവരസ് അണ്ണൻ്റെ അടുത്ത് കാര്യം പറയുന്നു, അയൽവക്കത്ത് ഒരു മരണം നടന്നിരിക്കുന്നു. ഇത് കേൾക്കുന്ന ഇളവരസ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മകളുടെ കല്യാണ ദിവസത്തിന്റെ അന്ന് തന്നെ ഈ കിളവന് ചാവണമായിരുന്നു, അവൻ മരുന്ന് കൊടുക്കാതെ മനഃപൂർവ്വം കൊന്നതായിരിക്കും ആ കിളവനെ. എന്നാൽ ജീവ ഇളവരസിനെ സമാധാനപ്പെടുത്തുകയാണ്, മണിയണ്ണൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മനസ്സിലാകും എന്ന് പറഞ്ഞ് നേരെ ജീവ മരണം നടന്ന ആ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് മണിയണ്ണൻ്റെ അടുത്ത് പറയുന്നു, അച്ഛൻ്റെ ബോഡിയെ നമുക്ക് ഒരു നല്ല വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒന്ന് ചെക്ക് ചെയ്യേണ്ടേ, ഉറപ്പുവരുത്താൻ. എന്നാൽ മണിയണ്ണൻ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ ജീവ ചോദിക്കുന്നു, വൈകുന്നേരമല്ലേ ചടങ്ങൊക്കെ നടത്തുകയുള്ളൂ? ഇത് കേൾക്കുന്ന മണിയണ്ണൻ പറയുകയാണ്, വൈകുന്നേരമോ? നാളെ 10:30 എൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾ നടത്തും. ഇത് കേൾക്കുന്ന ജീവ പറയുന്നു, 10:30 മണിക്കാണ് അപ്പുറത്ത് കല്യാണവും വച്ചിരിക്കുന്നത്, അതും വീട്ടിൻ്റെ നടയിൽ വെച്ചാണ്.
എന്നാൽ മണിയണ്ണൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. കല്യാണം പോലെയാണോ മരണം? ഒരു ചെറുക്കന്റെ കഴുത്തിൽ പെണ്ണ് ഹാരമിട്ട് കൊടുക്കുന്നു, പെണ്ണിന്റെ കഴുത്തിൽ ചെറുക്കൻ ഹാരമിട്ട് കൊടുക്കുന്നു. ഇതാണെങ്കിലോ എൻ്റെ അച്ഛൻ്റെ കാലിൽ എല്ലാവരും വന്ന് ഹാരമിടുന്നു. നിനക്ക് പറ്റുമെങ്കിൽ ആ കല്യാണത്തിന്റെ മുഹൂർത്തം മാറ്റിവെക്കാൻ പറ. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ മരണ വീട്ടിൽ നിന്നും ജീവ പുറത്തേക്ക് വരുമ്പോഴോ പ്രതിപക്ഷ പാർട്ടിയായ TSKയുടെ നേതാവും അയാളുടെ ശിങ്കിടികളും വരികയാണ്. നേതാവിൻ്റെ പേര് തവിട് എന്നാണ്. തവിട് ജീവയും കാണുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: നീ കല്യാണ വീട്ടിലെ ഹീറോയാണെങ്കിൽ ഞാൻ ഈ മരണ വീട്ടിലെ ഹീറോയാകും. അങ്ങനെ തവിട് ആ മരണ വീട്ടിലെത്തി മരിച്ചു കിടക്കുന്ന മണിയണ്ണന്റെ അച്ഛന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ പാടിയിട്ട് എന്താണ് അടുത്ത പരിപാടിയെന്ന് ചോദിക്കുകയും 10:30 മണിക്ക് ബോഡി എടുക്കണമെന്ന് പറയുന്നു. തവിടിനാണെങ്കിൽ അത് വളരെ സന്തോഷവുമായി. രണ്ട് കുടുംബക്കാരും തമ്മിൽ കലഹിച്ചാൽ തവിടിനത് മുതലെടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ തവിട് ഈ മരണ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് കല്യാണ വീടിന്റെ തൊട്ടയലോക്കത്ത് നടന്ന ഈ മരണം വാഴത്തോട്ടത്തിൽ ത്യാഗവും ടീമും കല്യാണ വീട്ടിലിരുന്ന് അറിയുന്നു. അവർ പരസ്പരം പറയുകയും ചെയ്യുന്നു: അയലോക്കത്ത് മരണം, ഇപ്പുറത്ത് കല്യാണം. അപ്പോൾ അടി ഉറപ്പ് തന്നെയാണ്. ഇതേ സമയം സൗമ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന കന്നിയപ്പനും കന്നിയപ്പന്റെ കുടുംബക്കാരും വീട്ടുകാരും എല്ലാം തന്നെ സൗമ്യയുടെ നാട്ടിലുള്ള ഒരു ഹോട്ടലിൽ തന്നെ റൂം എടുത്ത് താമസവും തുടങ്ങിയിരുന്നു. അതായത് കന്നിയപ്പന് പിറ്റേന്ന് തന്നെ സൗമ്യയെ കല്യാണം കഴിക്കാൻ വേണ്ടി. ഈ സമയം മരണ വീട്ടിൽ നിന്നും കല്യാണ വീട്ടിലേക്ക് എത്തിയ ജീവ സൗമ്യയുടെ അച്ഛനായ ഇളവരസണ്ണന്റെ അടുത്ത് മരണ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നാളെ 10:30 തന്നെ മണിയണ്ണന്റെ അച്ഛന്റെ ബോഡി എടുക്കാനാണ് മണിയണ്ണൻ ആഗ്രഹിക്കുന്നതെന്നും ഇതുമാത്രമല്ല വലിയൊരു തേരിൽ ഘോഷയാത്ര പൂർവ്വമാണ് അവർ ഈ ചടങ്ങ് നടത്താൻ ആഗ്രഹിക്കുന്നതെന്നും ജീവ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഇളവരസണ്ണൻ പറയുന്നു: ഇവന്റെ അച്ഛൻ 10 കൊല്ലം ജയിലിൽ കിടന്നവനാണ്. അവിടെ നിന്ന് ഇറങ്ങിയ പാടെ കൊലയും ചെയ്ത് ദേഹത്ത് മഞ്ഞളും പുരട്ടി സാമി എന്ന് പറഞ്ഞു നടന്ന ഈ കള്ളനെയാണോ ഇവൻ തേരിൽ കയറ്റി ഘോഷയാത്ര നടത്തുന്നത്? ഈ വർത്തമാനമെല്ലാം തൊട്ടടുത്ത് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു വാഴത്തോട്ടത്തിൽ ത്യാഗു ആണെങ്കിൽ എരിയും കയറ്റി കൊടുക്കുന്നു. ഇന്ന് മരണം നടന്നതുകൊണ്ടാണ് മനഃപൂർവ്വം അവൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ത്യാഗു പറയുന്നു. എന്നാൽ ത്യാഗുവിനെ ജീവ നൈസായിട്ട് അവിടെ നിന്നും ഒഴിവാക്കുന്നുണ്ട്. ഇതിനുശേഷം ഇളവരസണ്ണൻ ജീവയുടെ അടുത്ത് പറയുന്നു: എൻ്റെ മകളുടെ കല്യാണം നാളെ ഞാൻ ആരെ കൊന്നിട്ടായിരുന്നാലും നടത്തുമെന്ന്. എന്നാൽ ജീവ പറയുന്നത് ആരെയും കൊല്ലേണ്ട കാര്യമില്ല, ഇപ്പോഴേ ഒരു മരണം നടന്നു കഴിഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യവും കൂടി മണിയണ്ണൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജീവ മരണ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു മണിയണ്ണനെ കാണാൻ വേണ്ടി. മരിച്ചു കിടക്കുന്ന മണിയണ്ണൻ്റെ അച്ഛൻ്റെ ബോഡിയിലടുത്തിരിക്കുന്ന മണിയണ്ണൻ്റെ അടുത്ത് ജീവ വന്നിരുന്നിട്ട് കാര്യം പറയുന്നു. മണിയണ്ണൻ്റെ അച്ഛൻ വലിയൊരു സ്വാമി തന്നെയായിരുന്നു. അയാളുടെ ശക്തി നമുക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അയാളുടെ മരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്തണം. തേരിൽ വെച്ച് ഘോഷയാത്ര പൂർവ്വം തന്നെ നടത്തണം. അതിനു വേണ്ടി വരുന്ന കരകാട്ടക്കാർ, പടക്കം വയ്ക്കാൻ വരുന്നവർ എല്ലാവരുടെയും ചെലവ് ഞാൻ തന്നെ നോക്കാം. അതുമാത്രമല്ല മരിച്ചു കിടക്കുന്ന സ്വാമിയെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പേരെയും ഈ ചടങ്ങ് നടത്തുന്ന വിവരം അറിയിക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് ചടങ്ങ് ഒരു 12:30 മണിക്ക് നടത്താം. എന്നാൽ മണിയണ്ണൻ ഇതിന് സമ്മതിക്കുന്നില്ല. മണിയണ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അച്ഛൻ വലിയൊരു സ്വാമിയാണ്, അയാൾ ഇപ്പോൾ ദൈവമായിരിക്കുന്നു. ദൈവത്തിനെ കാണാൻ വരുന്നവർ നട തുറക്കുമ്പോൾ തന്നെ കാണണം. അതായത് 10:30 മണിക്ക് തന്നെ ചടങ്ങ് നടക്കും. 10:30 മണിക്ക് കാണുന്ന ഭക്തർ വന്ന് കണ്ടാൽ മതി. 1 മണിക്കൂറെങ്കിലും മരണച്ചടങ്ങ് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് ജീവ ചോദിക്കുന്നു. അതിനും മണിയണ്ണൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ ഇതേ സമയം വാഴത്തോട്ടത്തിൽ ത്യാഗുവിന്റെ ടീമിലുള്ള ഒരംഗം ഇളവരസണ്ണന്റെ മുന്നിൽ നിന്ന് ഒരു ഐഡിയ പറയുകയാണ്: നമുക്ക് ആ കിളവന്റെ ബോഡി എടുത്ത് വാട്ടർ ടാങ്കിന്റെ മുകളിൽ കൊണ്ട് വച്ചാലോ? ഇത് കേൾക്കുന്ന ത്യാഗു പറയുന്നു: ഒന്ന് തന്നാലുണ്ടല്ലോ അവന്റെ ഒരു ഐഡിയ, അത് റിസ്കാ. നമുക്ക് ആ കിളവന്റെ ബോഡി എടുത്ത് ആ കാട്ടിനകത്ത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. അതാവുമ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് താമസമെടുക്കും. എന്നാൽ ഇളവരസണ്ണൻ ഇതിന് സമ്മതിക്കുന്നില്ല. ജീവ പോയിട്ട് വരട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്ന് ഇളവരസണ്ണൻ പറയുന്നു. അങ്ങനെ മരണച്ചടങ്ങ് മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പോയ ജീവ തിരിച്ച് ഇളവരസണ്ണന്റെ വീട്ടിലേക്ക് തന്നെ എത്തുന്നു. ജീവയെ കണ്ട ഇളവരസണ്ണൻ ചോദിക്കുന്നു: അവന്റെ അച്ഛന്റെ ബോഡി ഇപ്പോൾ തന്നെ എടുക്കോ അതോ അവൻ ആശുപത്രിയിൽ കൊണ്ടുവിടുമോ? ഇത് കേൾക്കുന്ന ജീവ പറയുന്നു: നമുക്ക് കല്യാണം 7:30 മണിക്കാക്കിയാലോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൊട്ടടുത്തുള്ള കോവിലിൽ വെച്ച് നടത്താം. ചെറുക്കന്റെ വീട്ടുകാരടുത്തും ചെറുക്കൻ്റെ അടുത്തും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. ഇത് കേൾക്കുന്ന ഇളവരസണ്ണൻ ദേഷ്യത്തിൽ ചോദിക്കുന്നു: ഇപ്പോൾ നീ അവന്റെ ആളായല്ലേ? ഇവിടെ എന്ത് ചടങ്ങ് നടന്നിരുന്നാലും നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും അത് ഈ വീട്ടിൽ വെച്ച് നടത്തുന്നതാണ് പതിവ്. മണ്ഡപത്തിൽ വെച്ച് തന്നെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞ എത്ര ആലോചനകളാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്, അത് നിനക്ക് അറിയാവുന്നതല്ലേ. എൻ്റെ മകളുടെ കല്യാണം നാളെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കെട്ടുതൂങ്ങിച്ചാവും, ഇളവരസണ്ണൻ പറയുന്നു. ഇത് കേൾക്കുന്ന ജീവ ഒരു പ്രാവശ്യവും കൂടി ഒന്ന് ശ്രമിക്കാൻ തയ്യാറാവുന്നു. ഇപ്രാവശ്യം വേറൊരു വഴിയിലൂടെയാണ് ജീവ ശ്രമിക്കുന്നത്. മണിയണ്ണന്റെ ഭാര്യയും ഇളവരസണ്ണന്റെ ഭാര്യയും ഇവരുടെ ആൺമക്കളെയും കൂട്ടി നിർത്തി കാര്യങ്ങൾ സംസാരിച്ചു.
സംസാരിക്കുന്നു. മണിയണ്ണന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ആ മരണച്ചടങ്ങ് മാറ്റിവെക്കാൻ സമ്മതം തന്നെയാണ്. ഇതറിഞ്ഞ ജീവ മണിയണ്ണനെ കൂടി ഈ സംസാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമാണ്. മണിയണ്ണന്റെ അച്ഛന്റെ മരണത്തിന്റെ ചടങ്ങിന്റെ സമയം മാറ്റിവെക്കാൻ പറയുന്നു. ഇത് കേൾക്കുന്ന മണിയണ്ണൻ പറയുകയാണ്, എനിക്കും ഒരു മകളുണ്ടായിരുന്നു, അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവളുടെ കല്യാണം നടക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മണിയണ്ണന്റെ ഭാര്യ പറയുന്നു, പൂർണിമ എന്ന നമ്മളുടെ മകൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവളും ഇതിന് സമ്മതിക്കുമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ മണിയണ്ണൻ പറയുന്നു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളൂ എന്ന്. അങ്ങനെ മരണത്തിന്റെ ചടങ്ങ് മാറ്റിവെക്കാൻ മണിയണ്ണൻ ഒരു വിധത്തിൽ സമ്മതിക്കുന്നു. ഇതറിയുന്ന ഇളവരസണ്ണനും കുടുംബത്തിനുമെല്ലാം വലിയ സന്തോഷമാകുന്നു. പക്ഷെ സന്തോഷമില്ലാത്ത ഒരാളുണ്ടായിരുന്നു. വേറെ ആരുമായിരുന്നില്ല, കല്യാണ പെണ്ണ് സൗമ്യ. സൗമ്യയുടെ അടുത്ത് സൗമ്യയുടെ അമ്മ പറയുന്നു, നീ അറിഞ്ഞില്ലേ, എല്ലാം ശരിയായി, കല്യാണം നാളെ തന്നെ നടക്കും, നീ ആഹാരം കഴിക്കാൻ നോക്ക്. പക്ഷേ സൗമ്യ പറയുന്നു, എല്ലാം ശരിയായതുപോലെ അഭിനയിക്കുന്നതോ. സൗമ്യയുടെ കണക്ക് കൂട്ടൽ ശരിയായിരുന്നു. മരണച്ചടങ്ങ് മാറ്റിവെക്കാമെന്ന് പറഞ്ഞ മണിയണ്ണൻ ഉടനെ തന്നെ അടുത്ത അടവറക്കിയിരുന്നു. തൻ്റെ മരിച്ചുപോയ അച്ഛനായ ചെല്ലപ്പന്റെ ആത്മാവ് തൻ്റെ ശരീരത്തിൽ കൂടിയെന്ന് മണിയണ്ണൻ അഭിനയിക്കാൻ തുടങ്ങി. മണിയണ്ണന്റെ അച്ഛൻ സ്വാമിയായിരുന്നപ്പോൾ ഉറഞ്ഞു തുള്ളാൻ ഉപയോഗിച്ചിരുന്ന വാളെടുത്ത് മണിയണ്ണൻ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. തൻ്റെ അച്ഛൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിൽ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ ചെല്ലപ്പനാണ്, എൻ്റെ ശവസംസ്കാര ചടങ്ങ് നാളെ 10:30 തന്നെ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തളർന്നതുപോലെ അഭിനയിച്ച് ജീവയുടെ നെഞ്ചിൽ തല താഴ്ത്തി നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ജീവയും. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴോ 3 പേര് കൂടി ഈ മരണ വീട്ടിലേക്ക് എത്തുകയാണ്. അവർ വേറെ ആരും ആയിരുന്നില്ല, മരിച്ചുപോയ മണിയണ്ണന്റെ അച്ഛന്റെ അനിയന്മാരായിരുന്നു ഈ 3 പേരും. ഇവർ വലിയ ഗുണ്ടകളായിരുന്നു. ഇപ്പോൾ ഏതോ കോറിയിൽ പാറ പൊട്ടിച്ചാണ് ജീവിക്കുന്നത്. ഇവരെ വിളിച്ചു വരുത്തിയത് വേറെ ആരുമല്ല, പ്രതിപക്ഷ നേതാവായ തവിടായിരുന്നു. പ്രശ്നങ്ങൾ ഒന്നുകൂടി ഒന്ന് കൊഴുപ്പിക്കാൻ ഈ വന്ന 3 പേരുമായി ജീവ ചെറിയ തർക്കത്തിൽ ഏർപ്പെടുന്നു. നിങ്ങൾ ആരാണ്, നിങ്ങൾ ഇവിടെ വന്ന് എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. ഇതിനിടയിലേക്ക് മണിയണ്ണന്റെ മകനും വന്ന് കയറുന്നു. അപ്പൂപ്പൻ ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളെ ആരെയും ഇവിടെ കണ്ടില്ലല്ലോ, ഇപ്പോൾ എന്തിന് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് മണിയണ്ണൻ തന്റെ മകനെ അടിക്കുകയാണ്. ഇത് കാണുന്ന ഇളവരസിന്റെ മകനും അവിടേക്ക് എത്തുകയാണ്. ഇളവരസിന്റെ മകൻ തന്റെ കാമ്പൗണ്ടിൽ എന്തിന് കയറി എന്ന് പറഞ്ഞ് മണിയണ്ണനും പ്രശ്നമുണ്ടാക്കുന്നു. ഇളവരസനും അവിടെ എത്തുന്നു. പ്രശ്നം വളരെ രൂക്ഷമാവുകയാണ്. ഇളവരസൻ പറയുന്നു, ഇവൻ മനഃപൂർവ്വം എൻ്റെ മകളുടെ കല്യാണം മുടക്കാൻ നോക്കുകയാണ്. ഒരിക്കൽ ഇവന്റെ മകൾ ഈ വാട്ടർ ടാങ്കിൽ ചാടി മരിച്ചിട്ട് ഈ നാട്ടുകാരുടെ മൊത്തം വെള്ളം കൂടി മുട്ടിച്ചിരുന്നു. അതിന്റെ വൈരാഗ്യം ഇവൻ ഈ രീതിയിൽ തീർക്കുകയാണ്. ഇത് കേൾക്കുന്ന മണിയണ്ണൻ പറയുകയാണ്, എൻ്റെ മകൾ എങ്ങനെയാടാ മരിച്ചത്, എൻ്റെ മകൾ മരിക്കാൻ കാരണമായത് നീയല്ലേ എന്ന്. ഈ സമയം മരിച്ചു കിടക്കുന്ന ആ ചെല്ലപ്പൻ എന്ന് പറയുന്ന ആളുടെ അനിയൻ തവിടിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇയാളുടെ മകൾ എങ്ങനെയാണ് മരിച്ചത് എന്ന്. തവിട് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഇളവരസൻ ഒരിക്കൽ വാട്ടർ ടാങ്കിന്റെ മൂട്ടിൽ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ ഈ മണിയണ്ണന്റെ മകൾ ആരെടുത്തോ സംസ്കാരിച്ചു കൊണ്ട് നിൽക്കുന്നത് അയാൾ കണ്ടു. ഇത് നേരെ ചെന്ന് മണിയണ്ണന്റെ അടുത്ത് ഇളവരസ് പറഞ്ഞു കൊടുക്കുന്നു. ഈ വാർത്ത നാട്ടിൽ മൊത്തം പാട്ടാകുന്നു. 8 ദിവസം കൊണ്ട് തന്നെ നാട്ടുകാർ പറഞ്ഞു വരുത്തുന്നു മണിയണ്ണന്റെ മകൾക്ക് ഗർഭം ഉണ്ട് എന്നുവരെ. ഇത് സഹിക്കാൻ പറ്റാതെ ആ പെണ്ണ് ആ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ 2 വീട്ടുകാർ തമ്മിലുള്ള വഴക്ക് നടന്നുകൊണ്ടിരിക്കെ വീട്ടിന് വെളിയിലേക്ക് കല്യാണ പെണ്ണായ സൗമ്യ വരികയാണ്. എന്നിട്ട് പറയുന്നു, എൻ്റെ കല്യാണത്തിന്റെ പേരിൽ നാളെ ഇവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഞാനും ആ വാട്ടർ ടാങ്കിൽ ചാടി മരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കല്യാണമോ അപ്പുറത്തെ മരണ വീട്ടിലെ മരണച്ചടങ്ങോ ഒന്നുമല്ല പ്രധാനം, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം പകയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് സൗമ്യ വീടിനകത്തേക്ക് കയറിപ്പോകുന്നു. ഇതുകൂടി ആയപ്പോൾ വാഴത്തോട്ടത്തിൽ ത്യാഗി ഒരു ഐഡിയ ഇളവരസണ്ണൻ്റെ അടുത്ത് പറയുകയാണ്. മണിയണ്ണൻ്റെ അച്ഛൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ചറിയിക്കാൻ. അപ്പോൾ പോലീസ് വന്ന് ബോഡി എടുത്തുകൊണ്ടുപോകും. അപ്പോൾ കല്യാണവും നമുക്ക് നടത്താൻ പറ്റും. എന്നാൽ ജീവ ഇതിനെ എതിർക്കുന്നു. വെറുതെ പോലീസിനെ വിളിച്ച് ചുമ്മാ പ്രശ്നം കൂടുതൽ വഷളാക്കരുത്. ഇളവരസണ്ണൻ പറയുന്നു, അപ്പോൾ ആ തെണ്ടിയെ പേടിച്ച് ഞാൻ എൻ്റെ മകളുടെ കല്യാണം നിർത്തിവെക്കണമോ? ഇതിന് മറുപടിയായി ജീവ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പുറത്ത് മരണച്ചടങ്ങ് നടക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ മകളുടെ കല്യാണവും നടക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിന് മറുപടിയൊന്നും ഇളവരസണ്ണനും കൊടുക്കുന്നില്ല. അങ്ങനെ തന്നെ ചെയ്യാൻ ജീവ തീരുമാനിക്കുന്നു. മരണച്ചടങ്ങ് നടക്കുന്നതും കല്യാണ ചടങ്ങ് നടക്കുന്നതും നേരിൽ കാണാതിരിക്കാൻ വേണ്ടി 2 വീടിനും ഇടയിൽ കൂടി ജീവ ഒരു വലിയ കർട്ടൻ വലിച്ചു കെട്ടുന്നു. ഇതേ സമയം കല്യാണ പെണ്ണായ സൗമ്യയുടെ ഫോണിലേക്ക് കല്യാണ ചെറുക്കനായ കന്നിയപ്പന്റെ ഫോൺ വരികയാണ്. എന്നിട്ട് അവൻ പറയുന്നു,
കല്യാണം നടക്കാൻ ഇനി 4 മണിക്കൂറേ ഉള്ളൂ, ഞാൻ ഇപ്പോഴേ ഒരുങ്ങിയിരിക്കുകയാണ്. സൗമ്യ പറയുന്നു, ഇവിടെ ഒരു ചെറിയ പ്രശ്നം, പിന്നെ വിളിക്കാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കന്യാപ്പനും പറയുന്നു, അവിടെ എന്ത് പ്രശ്നം, വല്ലവനും കുടിച്ചും കൊണ്ട് വല്ല കസേര വല്ലതും അടിച്ചു പൊട്ടിച്ചായിരിക്കും, ഇത് എല്ലാ കല്യാണ വീട്ടിലും നടക്കുന്നതല്ലേ. സൗമ്യ പറയുന്നു, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. കന്യാപ്പൻ ചോദിക്കുന്നു, എന്താണ് പ്രശ്നം, എല്ലാ കാര്യവും വിശദീകരിക്കണോ എന്ന് പറഞ്ഞ് സൗമ്യ ദേഷ്യത്തിൽ ആ ഫോൺ കട്ട് ചെയ്യുന്നു. ഇത് കന്യാപ്പന് വലിയ സങ്കടവുമാവുന്നുണ്ട്. സൗമ്യ ഫോൺ വിളിച്ചിട്ട് തിരിയണതും തൻ്റെ തൊട്ടു ബേക്കിൽ സൗമ്യയെ പുറകെ നിറന്ന് ശല്യം ചെയ്യുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവൻ നിൽക്കുന്നു. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു താലിയുമുണ്ട്. അവൻ സൗമ്യയുടെ അടുത്ത് പറയുന്നു, നാളെ കല്യാണം മുടങ്ങി നാണം ഘടനയും കാട്ടി നീ എൻ്റെ കൂടെ വന്നേക്കൂ, നീയുണ്ട് ഞാനുണ്ട്, നിന്റേലാണെങ്കിൽ ഒരുപാട് സ്വർണവുമുണ്ട് താലിയുമുണ്ട്, നമുക്ക് പോയാലോ. ഇത് കേൾക്കുന്ന സൗമ്യയ്ക്ക് ദേഷ്യം വരികയാണ്. അവൾ അവന്റെ കവാലത്തിൽ ഒരു അടിയും കൊടുത്തിട്ട് ഒരു അരിവാളും എടുത്ത് അവനെ വെട്ടാനോട്ടിക്കുന്നു. അവൻ പേടിച്ച് വാട്ടർ ടാങ്കിന്റെ പരിസരത്തു കൂടിയാണ് ഓടുന്നത്. ഇതേ സമയം ആ വാട്ടർ ടാങ്കിന്റെ മുകളിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാട്ടർ ടാങ്കിൽ ജോലി ചെയ്യുന്നയാൾ. അയാൾ കാണുന്നതോ സൗമ്യ ഒരു പയ്യന്റെ പുറകെ ഓടുന്നു. അയാൾ വിചാരിക്കുന്നത് സൗമ്യ ഏതോ പയ്യന്റെ കൂടെ ഒളിച്ചോടുന്നു എന്നാണ്. ഇതേ സമയം ഇളവരസണ്ണൻ സൗമ്യയെ വീടിനകത്ത് നോക്കുന്നുണ്ട്. പക്ഷേ സൗമ്യയെ ഇളവരസണ്ണൻ കാണുന്നില്ല. അങ്ങനെ സൗമ്യ അന്വേഷിച്ച് ആൾക്കാരിറങ്ങുന്നു. ഈ സമയം തന്നെ വാട്ടർ ടാങ്കിന്റെ പമ്പ് ഓപ്പറേറ്റർ ഓടി വന്ന് ജീവയുടെ അടുത്ത് പറയുന്നുണ്ട്, സൗമ്യ ഒരു പയ്യന്റെ കൂടെ കാട്ടിന്റെ ആ വശത്തോട്ട് ഓടുന്നത് കണ്ടു എന്ന്. ഇത് കേട്ട ജീവ അയാളെ അടിക്കുന്നു. അയാൾ പറയുന്നു, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. കൂടെ നിന്ന നാട്ടുകാരെല്ലാം തീരുമാനിക്കുന്നു കല്യാണ പെണ്ണായ സൗമ്യ ഏതോ പയ്യന്റെ കൂടെ ഒളിച്ചോടി, അവൾ ആ കാട്ടിലേക്കാണ് ഓടിക്കേറിയിരിക്കുന്നത്, ഇപ്പോൾ പോയാൽ പിടിക്കാം എന്ന് പറഞ്ഞ് നാട്ടുകാർ മൊത്തം ആ കാട് അരിച്ചു പറക്കാൻ തുടങ്ങുന്നു. ഈ കാര്യം മരണ വീട്ടിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തവിട് മറിയുന്നു. തവിട് നേരെ കല്യാണ പയ്യൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങാനും കല്യാണ പെണ്ണ് നേരെ ഈ ഹോട്ടൽ റൂമിലോട്ടാണ് വന്നതെന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞ് അവിടെ എല്ലാം തപ്പുന്നു. എന്നിട്ട് കല്യാണ പയ്യൻ്റെ അടുത്ത് പറയുന്നു, കല്യാണ പെണ്ണിനെ കാണാനില്ല, അവൾ ആരുടെയോ കൂടെ ഒളിച്ചോടി എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന കല്യാണ പയ്യന്റെ അനിയൻ പറയുന്നു, നിന്റെ ഒടുക്കത്തെ ഫോൺ വിളി കാരണം സഹിക്കാൻ വയ്യാതെ ഇനി അവൾ വല്ലവൻ്റെയും കൂടി ഒളിച്ചോടി പോയോ എന്ന്. ഉടനെ തന്നെ കല്യാണ പയ്യനും കല്യാണ പയ്യന്റെ ബന്ധുക്കളും കല്യാണ പയ്യന്റെ അനിയനും അനിയന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പട്ടിയെ കൂടെ കൊണ്ട് നേരെ കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയോ, കല്യാണ പെണ്ണിന്റെ വീടിന് പുറകുവശത്തുള്ള വാട്ടർ ടാങ്കിനോട് ചേർന്നുള്ള കാടിനകത്തെല്ലാം അവിടെയുള്ള നാട്ടുകാരും കല്യാണ പെണ്ണിന്റെ ബന്ധുക്കളുമെല്ലാം കല്യാണ പെണ്ണിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണ പയ്യന്റെ കൂടെ വന്ന ബന്ധുക്കളും അനിയനും വരെ കല്യാണ പെണ്ണിനെ തിരയാൻ തുടങ്ങുന്നു. കല്യാണ പയ്യന്റെ അനിയനാണെങ്കിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പട്ടിയെ ആ കല്യാണ പയ്യന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഈ പെണ്ണിനെ തിരയാൻ പോകുന്നത്. കല്യാണ പയ്യനാണെങ്കിൽ ആകെ മൊത്തം വിഷമിക്കുന്നു. തൻ്റെ കല്യാണം മുടങ്ങിയിരിക്കുന്നു. ആ വിഷമത്തിൽ അവൻ ആ പട്ടിയെയും കൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു കല്ലിലിരിക്കുകയാണ്. പട്ടിയെ അവൻ പതുക്കെ തറയിലേക്ക് വിടുന്നു. ഈ സമയം പട്ടി ദൂരേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ദൂരേക്ക് ഓടിപ്പോയ പട്ടി ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് കുരയ്ക്കുന്നത് ഈ കല്യാണ പയ്യൻ കാണുന്നു. അവൻ വിഷമത്തോടെ നടന്നു ചെന്ന് ആ പട്ടി എടുക്കുമ്പോഴോ പട്ടി ചെന്ന് നിന്ന് കുറച്ച സ്ഥലം ഒരു കുഴിയുടെ കരയിലായിരുന്നു. ആ കുഴി വേസ്റ്റൊക്കെ ഇടുന്ന കുഴിയായിരുന്നു. ആ കുഴിക്കകത്ത് കല്യാണ പെണ്ണായ സൗമ്യ വീണ് കിടക്കുന്നു. അവൾക്ക് ബോധമില്ല. അവന് വളരെയധികം സന്തോഷമായി. അവൾ ഒളിച്ചോടിയതില്ല, കുഴിക്കകത്ത് വീണു പോയതാണെന്ന് അവന് ബോധ്യപ്പെടുന്നു. അവൻ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതിനിടയിൽ അവനും കാല് തെറ്റി ആ കുഴിക്കകത്തേക്ക് തന്നെ വീഴുന്നു. കുഴിക്കകത്ത് വീണ അവൻ സൗമ്യയെ വിളിച്ചുണർത്തുന്നു. സൗമ്യ ഉണരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. അവനും വളരെ സന്തോഷമാകുന്നു. ഈ സമയം സൗമ്യയെ കാടിനകത്തേക്ക് അന്വേഷിച്ചു പോയ ജീവ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന സൗമ്യയുടെ പുറകെ നിറന്ന് ശല്യം ചെയ്ത പയ്യനെ കാണുന്നു. ജീവയെ കണ്ടതും അവൻ മരത്തിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ജീവ അവനെ പിടിച്ചിട്ട് അടിപറ്റിക്കുന്നു. നടന്ന കാര്യങ്ങളെല്ലാം അവൻ പറയുന്നു. അവനെ വെട്ടാനോട്ടിക്കുന്നതിനിടയിൽ സൗമ്യ ഒരു കുഴിയിൽ വീണു. പക്ഷേ ഇവൻ ആ സൗമ്യയെ രക്ഷപ്പെടുത്താൻ തയ്യാറായില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം അവൻ ജീവയുടെ കയ്യിൽ നിന്നും കുതറി ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സൗമ്യ കുഴിയിലുണ്ടെന്നറിഞ്ഞ് ജീവ ആ കുഴിയിൽ വന്ന് എത്തി നോക്കുമ്പോഴോ ആ കുഴിക്കകത്ത് സൗമ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന കന്യപ്പനുമുണ്ട്. രണ്ടുപേരെയും നാട്ടുകാരുടെ സഹായത്തോടു കൂടി കരയിൽ കയറ്റുന്നു. എന്നിട്ട് കന്യപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇവൾ ഈ കുഴിയിലുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഉടനെ തന്നെ കന്യപ്പൻ പറയുന്നു, അത് നമ്മുടെ അർണോൾഡാണ് കണ്ടുപിടിച്ചത്. അർണോൾഡ് ആരാണെന്നറിയാമോ? കന്യപ്പൻ്റെ കയ്യിൽ ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ, ആ പട്ടിയല്ലേ ഈ കുഴിയുടെ കരയിൽ വന്ന് നിന്ന് കുരച്ചത്. ആ പട്ടിയുടെ പേരാണ് അർണോൾഡ്. അങ്ങനെ എല്ലാവരും സന്തോഷമായി ഇരിക്കുന്ന സമയത്ത് മറ്റൊരു
സംഭവം സൗമ്യയുടെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ കുഴിയുടെ കരയിൽ നിൽക്കുന്നതേ ഉള്ളൂ. സൗമ്യയുടെ വീട്ടിൽ സൗമ്യയുടെ അച്ഛൻ വിചാരിക്കുന്നത് തൻ്റെ മകളെ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. തൻ്റെ മകൾ കാണാതായതിന് കാരണം തൻ്റെ ശത്രുവായ മണിയണ്ണനാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്കുമെടുത്ത് മരണവീടിന് കുറുകെ കെട്ടിരുന്ന കർട്ടനിങ് കീറിക്കൊണ്ട് മരണവീട്ടിലെത്തിയ ഇളവരസണ്ണൻ മണിയണ്ണന് നേരെ വെടിവെക്കുന്നു. ആ വെടി നേരെ വീടിനകത്തുള്ള ഒരു ഫോട്ടോയിൽ കൊള്ളുന്നു. പിന്നീട് ഇവർ തമ്മിൽ പിടിവലിയാവുന്നു. ഈ വെടി ഒച്ച കേട്ട് ജീവയും സൗമ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും നാട്ടുകാരുമെല്ലാം ആ സ്ഥലത്ത് നിന്ന് ഓടി നേരെ മണിയണ്ണൻ്റെ വീട്ടിൻ്റെ നടയിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയോ തോക്കുമായി പിടിവലി കൂടുന്ന മണിയണ്ണനെയും ഇളവരസണ്ണനെയുമാണ്. ഇതിനിടയിൽ ഒരു വെടി തോക്കിൽ നിന്ന് പൊട്ടുകയും ആ തോക്കിൽ നിന്ന് പൊട്ടിയ വെടി മരിച്ചു കിടക്കുന്ന ആ ശവശരീരത്തിൽ കൊള്ളുകയും ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന എൻ്റെ അച്ഛനെ നീ പിന്നെയും വെടിവെച്ച് കൊന്നോടാ എന്ന് മണിയണ്ണൻ ആക്രോശിക്കുന്ന സമയത്ത് ഇളവരസണ്ണനെ മണിയണ്ണൻ്റെ ചിറ്റപ്പൻ തൂക്കിയെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞിട്ട് കൂടെയുള്ള ആളിൻ്റെ അടുത്ത് പറയുന്നു പടക്കം എടുത്തുകൊണ്ട് വരാൻ. ഇത് കേട്ട് അവർ വന്ന വണ്ടിയിൽ തൂക്കിയിരുന്ന സഞ്ചി അടക്കം എടുത്തുകൊണ്ടുവരുന്നു. ആ സഞ്ചിയിൽ മുഴുവൻ എറിപ്പടക്കമായിരുന്നു. ആ സഞ്ചിയിൽ നിന്നും ഒരു എറിപ്പടക്കം എടുത്ത് ഇളവരസണ്ണൻ്റെ മകളുടെ കല്യാണ മണ്ഡപത്തിൽ പടക്കമെറിഞ്ഞ് പൊട്ടിച്ച് ആ കല്യാണ മണ്ഡപം കത്തിച്ച് കളയുന്നു. പിന്നെ നടക്കുന്നത് വൻ കൂട്ടയടിയാണ്. കൂട്ടയടിക്കിടയിൽ മണിയണ്ണൻ്റെ ചിറ്റപ്പൻ്റെ കൂടെ വന്ന ഒരുവൻ വാഴത്തോട്ടത്തിൽ ത്യാഗിയെ തോക്കിൻ്റെ പത്തി കൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നു. ത്യാഗി കുനിയുന്നു. ആ അടി മണിയണ്ണന്റെ ചിറ്റപ്പന് കിട്ടുന്നു. ചിറ്റപ്പൻ തറയിൽ വീഴുന്ന ചിറ്റപ്പൻ ആക്രോശിക്കുന്നു അവനെ കൊല്ലടാ എന്ന്. അങ്ങനെ ത്യാഗിയുടെ പുറകെ എറിപ്പടക്കവുമായി ചിറ്റപ്പന്റെ കൂടെ വന്നവർ വാഴത്തോട്ടത്തിൽ ത്യാഗിയെ കൊല്ലാൻ ഓട്ടിക്കുന്നു. മരണവെപ്രാളത്തിൽ ത്യാഗി നേരെ ചെന്ന് കയറുന്നതോ വാട്ടർ ടാങ്കിന്റെ ഏറ്റവും മുകളിൽ. ത്യാഗിയുടെ പുറകെ സഞ്ചിയിൽ എറിപ്പടക്കവുമായി അവന്മാരും കയറുന്നു. അങ്ങനെ ഏറ്റവും മുകളിലെത്തുമ്പോൾ അവിടെ നിന്നും ഈ സഞ്ചി കൈവിട്ട് വാട്ടർ ടാങ്കിന്റെ മൂട്ടിൽ വീഴുകയും ഇത് വലിയ ഘോര ശബ്ദമായി പൊട്ടിത്തെറിക്കുന്നു. ഇതിന്റെ ആഘാതത്തിൽ വാട്ടർ ടാങ്കിന്റെ തൂണുകളെല്ലാം തകർന്ന് വാട്ടർ ടാങ്ക് മറിയുന്നു. ടാങ്കിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളം ഒരു പ്രളയം പോലെ മരണ വീട്ടിലും കല്യാണ വീട്ടിലും ഇരമ്പിക്കയറുന്നു. കല്യാണ വീട് കുളമാകുന്നു. മരണ വീട്ടിൻ്റെ അകത്ത് കിടന്ന ശവശരീരം ഒഴുകി വീടിന് പുറത്തു വന്ന് കിടക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം ഇങ്ങനെ ഇരമ്പി വന്ന ഈ ചെളി വെള്ളത്തിൽ കുളിച്ച് ഒരു പരുവമാവുന്നു. ഇങ്ങനെ വെള്ളമെല്ലാം ഒലിച്ചു പോയതിനു ശേഷം തറയിൽ കിടന്ന ജീവ എണീറ്റ് നിന്നിട്ട് ഇളവരസണ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇളവരസൻ ചേട്ടാ, കല്യാണമൊക്കെ അടിപൊളിയായി നടന്നല്ലേ? ഇനിയിപ്പം തൂങ്ങിച്ചാവാൻ കയറന്വേഷിച്ച് നടക്കണ്ടല്ലോ. എന്നിട്ട് ചെളിയിൽ കുളിച്ചു നിൽക്കുന്ന സൗമ്യയും കല്യാണ ചെറുക്കനെയും നോക്കിയിട്ട് ഇളവരസണ്ണനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, അവളിതാ കല്യാണം കഴിഞ്ഞ് കല്യാണ ചെറുക്കൻ്റെ കൂടെ അവൻ്റെ കൂടെ വീട്ടിൽ പോകാൻ നിൽക്കുക, സന്തോഷത്തോടു കൂടി പറഞ്ഞയക്ക്. ഇതിനുശേഷം ജീവ മണിയണ്ണനെ നോക്കി കളിയാക്കി ഇങ്ങനെ പറയുന്നു, മണിയണ്ണ, 10 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? എല്ലാം കഴിഞ്ഞ? 10 മണിക്ക് തന്നെ അച്ഛൻ്റെ ചടങ്ങ് നടത്തുമെന്ന് പറഞ്ഞില്ലേ? ആ അച്ഛൻ ഇതാ ചെളിയിൽ കിടക്കുന്നു. ഇത് കണ്ട് മണിയണ്ണൻ അച്ഛൻ്റെ ബോഡിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബോഡിയിൽ തൊടാൻ ജീവ സമ്മതിക്കുന്നില്ല. ഇതിനുശേഷം മണിയണ്ണൻ്റെ മകൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പോലീസ് വരുമ്പോൾ ബോഡി കൊണ്ടുപോകും, അതിനുശേഷം തിരിച്ചു തരുമ്പോൾ ആ ബോഡിയെ കത്തിക്കേണ്ടത് നീയാണ്. ഇത് കണ്ട് കരയുന്ന മണിയണ്ണൻ്റെ അടുത്ത് ജീവ പറയുന്നു, എന്തിനാണോ ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത്? ഇനിയെങ്കിലും മരിച്ചുപോയ അച്ഛന് വേണ്ടി ആത്മാർത്ഥമായിട്ടൊന്ന് കരയാൻ നോക്ക്. എന്നിട്ട് ജീവ പറയുന്നു, ഇതുപോലൊരു കല്യാണവും മരണവും ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലെ നടന്നിട്ടുണ്ടാവില്ല. ഈ നാശം പിടിച്ച നാട്ടിൽ ഇനിയൊരു വാട്ടർ ടാങ്ക് വേണമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസിൽ ആരെങ്കിലും വന്നാലുണ്ടല്ലോ. എന്നിട്ട് ജീവ സൗമ്യയുടെ അടുത്ത് പറയുന്നു, സൗമ്യ, നീ ഇതുവരെ പോയില്ലേ? നീ ഈ നാശം പിടിച്ച നാട്ടിൽ നിന്ന് പോവാൻ നോക്ക്. ഇത് കേൾക്കുന്ന സൗമ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന കന്യപ്പൻ പറയുന്നു, ചേട്ടാ, സൗമ്യയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകാം, വഴിയിൽ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് കല്യാണവും കഴിക്കാം. ഇത് കേൾക്കുന്ന ജീവ സൗമ്യയുടെ അടുത്ത് പറയുന്നു, മോളെ, നീ പോകാൻ നോക്ക്. എന്നിട്ട് ഈ നശിച്ച നാട്ടിലേക്ക് ഇനി തിരിച്ചു വരരുത്. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാലും ആ കുട്ടിയുടെ അടുത്തും പറഞ്ഞു കൊടുക്കരുത് ഈ നാട്ടിനെ കുറിച്ച്. ഇത് കേട്ടപാടെ സൗമ്യ അവളുടെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ പ്രശ്നമെല്ലാം തീർന്നു? എനിക്കൊരു പ്രശ്നമുണ്ടായാൽ അത് കേൾക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പൂർണിയായിരുന്നു. അവൾ പോയി. എന്തിനാണച്ചാ കൃത്യമായി ഒരു കാര്യം അറിയാതെ അവളെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു പരത്തിയത്? മരിച്ചവരെയെങ്കിലും വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് സൗമ്യ തന്നെ കല്യാണം കഴിക്കാൻ വന്ന കന്യപ്പനൊപ്പം പോകുന്നു. ഇതിനുശേഷം പോലീസ് എത്തുകയും ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരായ മണിയണ്ണനെയും ഇളവരസണ്ണനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതിനുശേഷം ജീവ തന്റെ ജീപ്പുമെടുത്ത് വീട്ടിലേക്ക് യാത്ര തുടരുകയാണ്. കുറുകെ ഒരാൾ വന്നു നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, തുടക്കത്തിൽ പ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയ ബെന്നിയില്ലേ? ബെന്നി പ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി വന്നു നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ ചാടി വരുമെന്ന്, ഇനി നീ പറ, എനിക്ക് പ്രാന്തുണ്ടോ? അപ്പോൾ ജീവ ചിരിച്ചുകൊണ്ട് പറയുന്നു, എടാ, ഇവിടെ ഉള്ളതിൽ പ്രാന്തില്ലാത്തത് നിനക്ക് മാത്രമാണ്.
നീ വീട്ടിലേക്ക് പോ, നിന്റെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ഇത് കേട്ട ബെന്നി ചിരിച്ചുകൊണ്ട് ജീവയ്ക്ക് പോകാൻ വഴി കൊടുക്കുന്നു. വീട്ടിലെത്തിയ ജീവ കാണുന്നത് ജീവയ്ക്കും കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. കല്യാണ വീട്ടിൽ നിന്ന് കല്യാണ പെണ്ണ് വരെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കല്യാണ പെണ്ണിന്റെ അടുത്ത് ജീവ പറയുന്നു, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്ത് കയറി പൈപ്പ് തുറന്നു നോക്കുമ്പോഴോ പൈപ്പിൽ വെള്ളമില്ല. കാരണം ടാങ്ക് പൊട്ടിപ്പോയില്ലേ, പിന്നെങ്ങനെ പൈപ്പിൽ വെള്ളം വരും? ആ പൈപ്പിന്റെ അടുത്ത് നിന്ന് ജീവ ചിരിക്കുന്നു. ഇതോടുകൂടി സിനിമ അവസാനിക്കുന്നു.